ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമുക്ക് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് മെയിൽ മെർജ് ചെയ്യുന്നത് എന്ന് നോക്കാം. മെയിൽ മെർജ് എന്നാൽ ഒരു കത്ത് തന്നെ പലർക്ക് അയക്കുമ്പോൾ അവരുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയ ഭാഗങ്ങൾ മാത്രം മാറുകയും കത്തിൻ്റെ പ്രധാന ഭാഗം മാറ്റമില്ലാതെ തന്നെ നിലനിർത്തുകയും ചെയ്ത് അധ്വാനം കുറയ്ക്കുന്ന ഒരു രീതിയാണ് മെയിൽ മെർജ്. അതിന് ആദ്യമേ തന്നെ നമുക്ക് കത്ത് വേണം. രണ്ട്, അതിലേക്ക് അഡ്രസ്സോ മറ്റ് ഡാറ്റകളോ നൽകുന്നതിനാവശ്യമായ ഒരു ഡാറ്റാബേസും ആവശ്യമാണ്. ഞാനിവിടെ മാതൃകയായി 2 ഫയൽ ഡെസ്ക്ടോപ്പിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒന്നൊരു വേർഡ് ഫയലാണ്, 2 എക്സൽ ഫയലാണ്. വേർഡ് ഫയലാണ് കത്ത്. നമുക്ക് തുറന്നു നോക്കാം. ഇതൊരു കത്ത്, ഒരു കോളേജിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രക്ഷകർത്താക്കൾക്ക് അയക്കുന്ന രീതിയിലുള്ളൊരു കത്താണിത്. ഈ കത്തിൽ അഡ്രസ്സ് ഇല്ല എന്ന് നമുക്ക് പ്രകടമായി കാണാം. ഇവിടെ ഈ ഭാഗത്ത്, ഈ കേഴ്സർ ഇരിക്കുന്ന ഭാഗത്ത് അഡ്രസ്സ് വരേണ്ടതാണ്. അവിടേക്ക് അഡ്രസ്സ് എത്ര പേർക്ക് കത്ത് പോകുന്നോ അത്രയും വ്യക്തികൾക്ക്, വ്യത്യസ്തരായ വ്യക്തികളുടെ പേരുകൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുത്തണം. മാത്രമല്ല, ആർക്കാണോ കത്ത് പോകുന്നത് അയാളുടെ പേര് ഡിയർ കഴിഞ്ഞ് അയാളുടെ പേര് ഇവിടെ വരണം. കൂടാതെ ഈ കത്തിൻ്റെ അവസാന ഭാഗത്തായി ഈ വ്യക്തിക്ക് അയാളുടെ ഇന്ന പേരുള്ള മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കാര്യം അധ്യാപകരുമായി ചർച്ച ചെയ്യാനായിട്ട് അവസരമുണ്ട് എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആ മകൻ്റെയോ മകളുടെയോ പേര് ഇവിടെ എഴുതുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഈ മെയിൽ മെർജ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നു. ഇത് എക്സലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ ആക്സസിലോ MS ആക്സസിലോ എക്സലിലോ ഡാറ്റാബേസ് ഉള്ളവർക്ക് മറ്റൊന്നും ചെയ്യാതെ അതിൽ നിന്ന് ഈ ഡാറ്റ കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ പേര്, അയാളുടെ ഇനീഷ്യൽ, ഇത് രണ്ടും ചേരുന്ന ABCD അങ്ങനെ 10 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ആൽഫബറ്റ് ക്രമത്തിൽ വ്യത്യസ്ത പേര് നൽകിയിരിക്കുന്നു. അവരുടെ ആൽഫബറ്റിനനുസരിച്ചിട്ടുള്ള ഇനീഷ്യൽ നൽകിയിരിക്കുന്നു. അച്ഛൻ്റെ പേരും ആൽഫബറ്റ് ക്രമത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഇത് വീട്ടുപേര്, പ്ലേസ്, പിൻ, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ഈ ടേബിളിൽ നിന്നാണ് നാം കത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫീൽഡ് നമ്പർ 1, ഫീൽഡ് നമ്പർ 2, മൂന്നാമത്തെ ഫീൽഡ്, 4-മത്തേത്, 5-മത്തേത്, 6 ഫീൽഡുള്ള ഒരു ടേബിളാണിത്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായി ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് MS വേർഡ് ഡോക്യുമെൻ്റ് തയ്യാറാക്കുക. ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ നമുക്ക് റിബണിൽ നിന്ന് മെയിലിംഗ് എന്ന ടാബ് സെലക്ട് ചെയ്യണം. ഇതാണ് മെയിലിംഗ്. മെയിലിംഗ് എടുത്ത് കഴിയുമ്പോൾ മെയിൽ മെർജ് ടാബ് കിട്ടുന്നു, റിബൺ കിട്ടുന്നു. ഇവിടെ ഇടത്തു നിന്ന് വലത്തോട്ട് ഓരോന്നോരോന്നായി ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ സ്റ്റാർട്ട് മെയിൽ മെർജ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കത്തായതുകൊണ്ട് നമുക്ക് ലെറ്റർ സെലക്ട് ചെയ്യാം. കത്തല്ലാത്ത ഡോക്യുമെൻറ്റുകൾ എങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യുന്നതെന്ന് മറ്റൊരു ട്യൂട്ടോറിയലിൽ ഞാൻ കാണിച്ചു തരികയും ചെയ്യാം. ഇവിടെ ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ കത്ത് ആർക്കാണ് ലഭിക്കേണ്ടത് അവരുടെ അഡ്രസ്സ് എഴുതുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിനായി സെലക്ട് റെസിപ്പിയൻ്റ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കിട്ടുന്നു. ഒരു പുതിയ ലിസ്റ്റ് നാം തന്നെ ഇനി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്ക് കോൺടാക്റ്റുകൾ, ഇൻ്റർനെറ്റ് ഇമെയിൽ കോൺടാക്റ്റുകളിൽ നിന്ന് അഡ്രസ്സ് കൊണ്ടുവരിക. അങ്ങനെയുള്ള 3 ഓപ്ഷനാണ് നമുക്ക്. അതുകൊണ്ട് നിലവിലുള്ള ഒരു ഡാറ്റാബേസാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ആ ഡാറ്റാബേസ് എനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ ഫയൽ. അതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ ഏതാണെന്ന് ഇനി സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫയലുകൾ. മെർജ് എക്സൽ ഫയൽ, അത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ എക്സൽ ഷീറ്റിൽ ഏത് ഷീറ്റാണ്, ഇപ്പോൾ എക്സലിൽ പല ഷീറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇത് ഷീറ്റ് 1, ഈ കാണുന്നത് നമ്മുടെ ഡാറ്റ ഉള്ളത്. താഴെ നോക്കുക, ഷീറ്റ് 2 അത് empty ആണ്, ഷീറ്റ് 3 അത് empty ആണ്. അപ്പോൾ ഡാറ്റ ഏത് ഷീറ്റിലാണെന്നാണ് ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത്.
ഒന്നിലധികം ഷീറ്റുകളിൽ നിന്നുള്ള ഡേറ്റയും വേണമെങ്കിൽ മെയിൽ മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഷീറ്റ് 1 നമ്മുടെ മുഴുവൻ ഡേറ്റയും. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നാം വേർഡിൽ പോയി ഷീറ്റ് 1 ആണെന്നുള്ളത് ഉറപ്പാക്കി കൊടുക്കുന്നു. ഓക്കെ ചെയ്യുന്നു. ഇനി നമുക്ക് അഡ്രസ്സ് ഇൻസേർട്ട് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ഇവിടെ റിബണിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡിൽ എത്തുക എന്നുള്ളതാണ്. അതിനെ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മെർജ് ഫീൽഡ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കുട്ടിയുടെ രക്ഷകർത്താവിന് അയക്കുന്ന കത്തായതുകൊണ്ട് രക്ഷകർത്താവിൻ്റെ പേര് 3ാമത്തെ ഫീൽഡാണ്. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നീട് രക്ഷകർത്താവിൻ്റെ വീട്ടുപേര് 4ാമത്തെ ഫീൽഡാണ്. രക്ഷകർത്താവിൻ്റെ സ്ഥലം 5ാമത്തെ ഫീൽഡാണ്. രക്ഷകർത്താവിൻ്റെ പിന്ന് 6ാമത്തേതാണ്. അതെല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി പേര്, വീട്ടുപേര്, സ്ഥലം ഇത് നമുക്ക് ഒരു ലൈനിൽ വരാതെ താഴെ വരണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്താലും സാധാരണ എന്ന പോലെ നമ്മൾ അവിടെ കഴ്സർ വെച്ച് എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് വീട്ടുപേരിനെയും സ്ഥലപ്പേരിനെയും രണ്ടാക്കാം. സ്ഥലപ്പേരിനെയും പിൻകോഡിനെയും രണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് ഡിയർ. ഈ F3 ആണ് രക്ഷകർത്താവിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ഇൻസേർട്ട് മെർജിൽ പോയി നമ്മൾ F3 സെലക്ട് ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 3ാമത്തെ ഫീൽഡും 4ാമത്തെ ഫീൽഡും 5ാമത്തെ ഫീൽഡും 6ാമത്തെ ഫീൽഡും വീണ്ടും 3ാമത്തെ ഫീൽഡും ഇവിടെ MS വേർഡ് ഓട്ടോമാറ്റിക്കായി എക്സലിൽ നിന്ന് വലിച്ചെടുത്ത് ഇവിടെ വെച്ചുകൊള്ളും. ഇനി ഈ ഫീൽഡിൽ വരേണ്ട കുട്ടിയുടെ പേര് ഇവിടെ നമുക്ക് വെച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ കേഴ്സർ വെച്ചിട്ട് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ വാർഡ് എന്നിടത്ത് കേഴ്സർ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇൻസേർട്ട് മെനു എടുക്കുന്നു. അല്ലെങ്കിൽ F1 കുട്ടിയുടെ പേരാണ്, F2 കുട്ടിയുടെ ഇനീഷ്യലാണ്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ പേര് വരും. ഓരോ വ്യക്തിക്കും അവരുടെ മക്കളുടെ പേര് മാറി മാറി ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ മെയിൽ മെർജ്. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ശരിയായെന്നറിയാനായിട്ട് റിവ്യൂ റിസൾട്ട് എന്ന ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഫസ്റ്റ് ലെറ്റർ വന്നു. F3 എന്നുള്ളിടത്ത് പേരൻസ് നെയിം, F4 എന്നുണ്ടായിരുന്നിടത്ത് ഹൗസ് നെയിം, പ്ലേസ്, പിൻ. ഇവിടെ നെയിം ഇനീഷ്യൽസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെക്കോർഡ് എന്താണെന്ന് നോക്കാം. ഒന്നാണിത്. ഇവിടെ നമുക്ക് മുകളിൽ വലതുവശത്ത് നോക്കുക, ടോപ്പ് റൈറ്റിൽ ഇവിടെ നോക്കൂ. ഇപ്പോൾ ആദ്യത്തെ കത്താണിത്. ആനന്ദിനുള്ള കത്ത്. ഡിയർ ആനന്ദ്. ആനന്ദിൻ്റെ മകന് കുട്ടിയുടെ നാം പേര് കൊടുത്തിരിക്കുന്നു. ഐപിൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെക്കോർഡ് 3 എടുക്കാം. അത് ബാലൻ. മകൻ്റെ പേര് പിപിൻ. അപ്പോൾ അതെല്ലാം ചേർന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ റെക്കോർഡ് നോക്കാം. സിബിൻ. അച്ഛൻ്റെ പേര് ചന്ദ്രൻ. അഡ്രസ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ടേബിളിലുള്ള എല്ലാവരുടെയും പേര് ഇതാ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മെയിൽ മെർജിങ് നടന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മെർജിനെ ഫിനിഷ് ചെയ്യാനുള്ളതാണ്. ഞാൻ അവസാനത്തെ ഐക്കണാണ് റിബണിലെ വലതുവശത്ത്. അതിനെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരും. ഒന്ന്, ഇത് പ്രിൻ്റ് ചെയ്യണമോ? ഡോക്യുമെൻറ്റുകളിൽ തെറ്റൊന്നുമില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നമുക്ക് പിന്നീട് തിരുത്തലുകൾ വേണമെങ്കിൽ എഡിറ്റ് ഓപ്ഷനാണ് നല്ലത്. എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ്. ഞാനതുകൊണ്ട് അത് എടുക്കുന്നു. അപ്പോൾ വേറൊരു ഡയലോഗ് ബോക്സാണ്. എല്ലാ ലെറ്ററുകളും എഡിറ്റ് ചെയ്യണോ? നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇനി ഈ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മെർജിങ് നടന്നോ ഇല്ലയോ എന്നറിയാനായിട്ടും പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയാനായിട്ടും നമുക്ക് പതിവ് പോലെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഇതാണ് പ്രിൻ്റ് പ്രിവ്യൂ. 2 കത്തുകളുടെ പ്രിവ്യൂ. ഇത് ആനന്ദിൻ്റെ കത്താണ്. താഴത്തേക്ക് പോകുന്നതോറും മറ്റുള്ളവരുടെ കത്തുകൾ കാണാം. അല്ലെങ്കിൽ ഞാനിത് എല്ലാ കത്തുകളും ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി ഞാനിതിനെ സൂം ഔട്ട് ചെയ്യുകയാണ്. നോക്കുക, നമ്മളുണ്ടാക്കിയ വ്യത്യസ്തമായ കത്തുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇത് ഓരോരുത്തർക്കും ലഭിക്കുന്ന വ്യത്യസ്തമായ ഇൻഡിവിജ്വൽ കത്തുകളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പേര്, വീട്ടുപേര്, അഡ്രസ്സ് എല്ലാം എക്സൽ ഷീറ്റിൽ നിന്ന് ലെറ്റർ കൊണ്ടുവന്ന് വെച്ച് മെയിൽ മെർജിങ് നടന്നിരിക്കുന്നു. അടുത്ത
ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ്, കത്തുകളല്ലാത്ത ഡോക്യുമെൻറ്റുകളിൽ മെയിൽ മെർജിങ് സാധ്യമാകുന്നത് എന്നതാണ്. അത് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പ്രൊഫസർ കെ എം തോമസ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂമാൻ കോളേജ്. താങ്ക് യു വെരി മച്ച്.